1990-കളിൽ റോഡ് ഭരിച്ചിരുന്ന ഒരു മുതലാണ് എന്റെ ബാക്കിൽ നിന്നുള്ളത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഏറ്റവും ബെഞ്ച്മാർക്ക് മോഡലായിട്ടുള്ള അംബാസഡർ ഇസൂസു എഞ്ചിൻ വരുന്ന 2001 മോഡൽ വണ്ടിയാണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ബെഞ്ച് മാർക്ക് മോഡലായിട്ടുള്ള അംബാസഡർ. ഇത് 2001 മോഡലാണ്. ഇസൂസുവിന്റെ എഞ്ചിൻ വരുന്ന ഒരു വേരിയന്റ് ആണിത്. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം. ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഇൻഡിക്കേറ്റർ കാണാം. അതേപോലെ തന്നെ ഒരു വലിയ ലാഫിംഗ് ടൈപ്പ് ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അംബാസഡറിന്റെ ലോഗോ കാണാം. അതേപോലെ തന്നെ ദിസ് ഈസ് ദ എംബ്ലം. പിന്നെ നമുക്കൊരു സ്റ്റീൽ എന്താ പറയാ ഗാർഡ് കാണാം. അതിന്റെ താഴെയായിട്ട് നമുക്കൊന്നുമില്ല. നമ്പർ പ്ലേറ്റും ചെറിയൊരു എയർ ഇൻടേക്കും മാത്രം കാണാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫോഗ് ലാമ്പ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് ഹോണിന്റെ സംഭവമുണ്ട്. നമ്മളിനി നമ്മളെ ഹുഡ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നുണ്ട് ആ സൈഡിലായിട്ട്. ജസ്റ്റ് നമ്മളെ പ്രീമിയം ജർമ്മൻ കാസിലൊക്കെ പോലെ തന്നെ. പിന്നെ ഇതാണ് ഇസൂസുവിന്റെ എഞ്ചിൻ വരുന്നത്. 1400 cc എഞ്ചിനാണിത്. അതേപോലെ തന്നെ ഇസൂസുവിൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മൈലേജും ലഭിക്കുന്നുണ്ട് മോഡലാണ്. പക്ഷെ ഇതിൽ നമ്മൾ മൈലേജ് നോക്കില്ല. സോ നമ്മൾ സൈഡ് പ്രൊഫൈലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതാണ്. ഒരു സെഡാൻ വാഹനമാണിത്. എന്താ പറയാ, പണ്ടത്തെ ആ ഒരു പ്രൗഢി ഇപ്പോഴും ഈ വാഹനത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അത്രയും എന്താ പറയാ, അന്ന് തന്നെ ഇത്രയും നീറ്റായിട്ട് ഒരു ഡിസൈൻ ചെയ്ത വാഹനം നമ്മൾ അധികം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. സോ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ ഫ്യൂവൽ റീഫില്ലിംഗ് ഏരിയ കാണാം. നോർമലി ആയിട്ട് ഈ സൈഡിലാണ് ഉണ്ടാവുള്ളത്. ഇതിന്റെ ടോപ്പിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബൂട്ട് ഇവിടെ കാണാം. 400 liters പ്ലസ് വരുന്ന ഒരു ബൂട്ടാണ് ഇതിന് വന്നിട്ടുള്ളത്. യെസ്, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് സ്പെയർ വീൽ കാണാം. ഇത് ക്ലോസ് ചെയ്യാം. ബാക്കിലായിട്ട് നമുക്ക് വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു അംബാസഡറിന്റെ ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റീലിന്റെ ബാഡ്ജിങ് വരുന്നത്, ഐ മീൻ സ്റ്റീലിന്റെ ഗാർഡ് വരുന്നുണ്ട്. ഇത് നമുക്ക് എക്സോസ്റ്റ് കാണാം. സോ ഇതൊക്കെയാണ് ഈ കാറിന്റെ ഓവറോൾ എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. നമുക്ക് ഇന്റീരിയർ നോക്കാം. സോ നമ്മൾ ഇന്റീരിയറിന്റെ ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, പണ്ടത്തെ പ്രൗഡി ഫീൽ ചെയ്യുന്നതാണ്. ആ ഒരു ഓപ്പണിംഗ് സൗണ്ടും പിന്നെ ആ ക്ലോസിംഗ് സൗണ്ടും ഒക്കെ ഭയങ്കര എന്താ പറയാ, ഒരു ASMR ഫീലാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. സോ ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വരുന്നത്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇവിടെ ഹോൺ വരുന്നുണ്ട്, നൈസ് ഹോൺ. പിന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ പണ്ടൊക്കെ നമ്മൾ കാണുന്ന ആ സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിട്ട് ഇവിടെ സ്പീഡോമീറ്റർ, സെൻട്രൽ ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ടോന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഹീറ്റും അതേപോലെ തന്നെ ഫ്യൂവൽ കേജും ആണുള്ളത്. സോ ഇതൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിൽ ഓൾറെഡി മ്യൂസിക് സിസ്റ്റം അതേപോലെ തന്നെ നൈസ് സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജംഷീർക്ക് നല്ല നീറ്റായിട്ടാണ് കൊണ്ടെടുക്കുന്നത് വണ്ടി. സ്പേഷ്യസ് ആണ് ക്യാബിനൊക്കെ. ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടാക്കി നോക്കാം. സോ അവിടെ ഒരു ചെറിയ ക്ലസ്റ്റർ ഓൺ ആയിട്ടുണ്ട്. സോ ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ സെൻട്രലായിട്ട് നമുക്ക് ചെറിയൊരു സ്ക്രീൻ കാണാം. ഓക്കെ, സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയാ, സ്റ്റാർട്ട് ആയി കഴിഞ്ഞാലുള്ളത്. ഇതിന് വരുന്നത് പവർ സ്റ്റിയറിംഗ് അല്ല, നോർമൽ നമ്മളെ ആ ഒരു പണ്ടത്തെ ഹാർഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ചെറിയ സ്ക്രീന് കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്തിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് അതിന്റെ മ്യൂസിക് സിസ്റ്റം കാണാം. പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. സോ അത് മാത്രമല്ല നമുക്ക് ഇതിൽ AC വരുന്നുണ്ട്. നോക്കി കഴിഞ്ഞാൽ കാണാം ഈ കാറിൽ AC വരുന്നുണ്ട്. 2001 മോഡലാണ്. ഇതിന്റെ AC ഓൾറെഡി ഉണ്ട്, നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയുമായിട്ട് ഇവിടെയും ഒക്കെ ഇതിന്റെ എയർ വെന്റ്സ് കാണാം. എന്താ പറയുക, നല്ല കൂളിംഗ് ഉണ്ട്. ആക്ച്വലി നല്ല കൂളിംഗ് ഉണ്ട്. ഐ മീൻ ഇവിടെ ആയിട്ട് നമുക്ക് വൈപ്പ് കൺട്രോൾ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് കൺട്രോൾസ് ഒക്കെ ഇവിടെയാണുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്, പവർ സോക്കറ്റ്സ് ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ബട്ടൺസ് ഉണ്ട്, ഹോൺ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. സോ നമ്മൾ ഇതിന്റെ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് എന്താ പറയാ, ഈ ഒരു സീറ്റ് ഓൾറെഡി നമ്മൾ ഭയങ്കര ഏറ്റവും ബാക്കിലോട്ടാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഏറ്റവും ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ സീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും അതേപോലെ തന്നെ ലെഗ് റൂം കുറവാണെങ്കിലും ഈ സീറ്റൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലെഗ് റൂം കിട്ടും. തൈ സപ്പോർട്ട് ഉണ്ട്. സീറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത്രയും തൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് പോവാം. എന്താ പറയാ, ഇതിൽ ഇരിക്കാൻ
ഇപ്പോൾ ഇരിക്കുന്ന നമ്മളെ സെഡാൻ കാറിൽ ഇരിക്കുന്ന അതേ ഫീലാണ്. എന്താ പറയാ, വെറുതെ അല്ല അന്നുള്ള മന്ത്രിമാരും ഒക്കെ ഈ ഒരു വാഹനം കൊണ്ട് നടക്കുന്നത്. അത്രയും കംഫർട്ടബിൾ ആണ് ഇതിന്റെ ബാക്ക് സീറ്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഹെഡ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് കാണാം. സോ ഇവിടെ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, എൻ്റെ അവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ. അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ളത്. സോ ഇതാണ് ഈ കാറിന്റെ ഓണർ ജംഷീർക്ക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. വെൽക്കം ജംഷീർക്ക, നമസ്കാരം. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് മെയിനായിട്ട്? ഞാൻ ജോലി ചെയ്യുന്ന അഭിഭാഷകരാണ്. കോഴിക്കോട് ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പൊതുപ്രവർത്തകനാണ്. പിന്നെ എത്ര കാലം ഇപ്പോൾ ഈ കാറ് എടുത്തിട്ട്? കാറിപ്പോൾ ഏതാണ്ടൊരു 1.5 വർഷത്തോളം. നമുക്ക് ഞാൻ അവിടെ വീട്ടിൽ കണ്ടപ്പോൾ 2-3 കാറുകൾ വേറെ ഉണ്ട്, കൊറോള ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ ഈ ഒരു കാർ ഇപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്നത്? പണ്ട് മുതലേ വിന്റേജ് വാഹനങ്ങളോട് നല്ല താല്പര്യം ഉണ്ടാകുന്നതാണല്ലേ? ഫിയറ്റ് ആയിരുന്നു കൂടുതൽ ഒരു അംബാസഡർ വേണം തോന്നി എടുത്തു. അങ്ങനെ കൊറോള അൾട്ടിസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നോവ ഉപയോഗിച്ചിട്ടുണ്ട്, ടൊയോട്ടയില് ഒരു ജീപ്പ് കൂടെ ഉണ്ട്, വില്ലീസ്. വില്ലീസ്. ഓക്കെ.